എൻ്റെ പേര് ബിൻസി. ഞാൻ സൈബറിൽ വരാനിടയായ സാഹചര്യം എന്നത് ആക്ച്വലി ഒരു പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷനായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഞാൻ ആക്ച്വലി ഒമാനിലായിരുന്നു. ഞങ്ങൾക്ക് 10 വർഷം കഴിഞ്ഞ് ഉണ്ടായ ഒരു കുഞ്ഞായിരുന്നു ഇത്. ഒന്നല്ല, ട്വിൻസ് ആയിരുന്നു. ആക്ച്വലി 6th month വരെ എല്ലാം ഓക്കെ ആയിരുന്നു. ഞങ്ങൾ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 6th month ലാസ്റ്റ് ആയപ്പോഴാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ അവർ ഡയഗ്നോസ് ചെയ്തത്. ട്വിൻ ടു ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ സിൻഡ്രോം. ഒരു കുഞ്ഞിൽ നിന്ന് മറ്റൊരു കുഞ്ഞിലേക്ക് എക്സ്ട്രാ ഒരു ബ്ലഡ് സപ്ലൈ ഉണ്ടായി. അങ്ങനെ ഒരു കുഞ്ഞ് ബിഗ് ആകുകയും മറ്റേ കുഞ്ഞ് ഗ്രോത്ത് കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ ഒരു കോംപ്ലിക്കേഷൻ. അങ്ങനെ ഇതിൻ്റെ ഫെസിലിറ്റി ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ ആക്ച്വലി ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഇന്ത്യയിലോട്ട് വരാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ സൈമർ ഹോസ്പിറ്റലിനെ കുറിച്ച് എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞു, ഡോക്ടർ ബിജോയിയെ കുറിച്ച് പറഞ്ഞു, ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് കൊച്ചിയിലോട്ട് വന്നു. കൊച്ചിയിലെ സൈമറിലാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ വന്നതും ഉടനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയ ട്രീറ്റ്മെൻറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടർ ബിജോയ് സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയാണ് അവസ്ഥ, ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അങ്ങനെ 2 കുഞ്ഞുങ്ങളുടെ അവസ്ഥയും ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അതിൽ ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹോപ്പും ഇല്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഒരു കുഞ്ഞിനെ 80% നമുക്ക് സേവ് ചെയ്യാം, മറ്റേ കുഞ്ഞിനെ പറ്റത്തില്ല, കാരണം അത് കോംപ്ലിക്കേഷൻ 4th stage ആയായിരുന്നു ഞാനിവിടെ വന്നപ്പോൾ. അങ്ങനെ ഡോക്ടർ ബിജോയുടെ റൈറ്റ് ഡിസിഷൻ അറ്റ് റൈറ്റ് ടൈം, അതുപോലെ തന്നെ ഡോക്ടർ ബിജോയ് തന്ന ഡയറക്ഷൻസ്, ഡെഡിക്കേഷൻസ് എല്ലാം തന്നെ നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന പിറ്റേന്ന് തന്നെ RFA എന്ന് പറയുന്നൊരു പ്രൊസീജിയർ ചെയ്തു. ആ പ്രൊസീജിയറിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഒരു കുഞ്ഞ് ഓക്കെ ആയി വരും, നമുക്ക് നോക്കാം, ഫോളോ അപ്പ് കറക്റ്റായിട്ട് ചെയ്താൽ മതി. അങ്ങനെ ഫോളോ അപ്പ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തു. അങ്ങനെ ഓരോ ദിവസം ഫോളോ അപ്പ് കഴിയുമ്പോഴും ആ കുഞ്ഞിൻ്റെ ഗ്രോത്ത് ഇമ്പ്രൂവായി വരുന്നുണ്ടായിരുന്നു, വെയിറ്റ് ഇമ്പ്രൂവായി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഹോപ്പും ഇമ്പ്രൂവായി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ് ടു 8th month വരെ ഒരു കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ പെട്ടെന്ന് തന്നെ എമർജൻസി സിസേറിയൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുഞ്ഞിനെ പുറത്തെടുത്തു. കുഞ്ഞിന് ബർത്ത് വെയിറ്റ് കുറവായിരുന്നു, 1.4 ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുഞ്ഞും NICUവിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അണ്ടർ ഡോക്ടർ തോമസ്. അവരുടെ ടീമും ബെസ്റ്റായിരുന്നു. അങ്ങനെ കുഞ്ഞിൻ്റെ ഡേ ബൈ ഡേ ഉള്ള ഇമ്പ്രൂവ്മെൻറ്റ് നല്ലത് തന്നെയായിരുന്നു. അങ്ങനെ കുഞ്ഞ് ആഫ്റ്റർ 13 days കുഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. അങ്ങനെ ഇന്ന് ഞങ്ങൾ ആക്ച്വലി ഡിസ്ചാർജാണ്. കുഞ്ഞിൻ്റെ വെയിറ്റ് ഇമ്പ്രൂവായി വരുന്നുണ്ട്. പ്രീ ടേം ആയതുകൊണ്ട് അതിൻ്റെ ഇതായിട്ടുള്ള കെയർ വേണം. എങ്കിലും ഇതുവരെയുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കുഞ്ഞ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞങ്ങളും ഓക്കെയാണ്. ഞങ്ങൾ 100% ഹാപ്പിയാണ്. ഞങ്ങൾക്ക് ഡോക്ടർ ബിജോയോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം ഞങ്ങളിവിടെ വന്നപ്പോഴുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഹോപ്പുമില്ല. എന്ന് വെച്ചാൽ 2 കുഞ്ഞുങ്ങളും പോകും എന്നൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ വന്നത്. പക്ഷേ ഡോക്ടർ ബിജോയുടെ ഡിസിഷൻസിൻ്റെ ഡയറക്ഷൻസ്, ഗൈഡൻസ് എല്ലാം തന്നെ നല്ലതായിരുന്നു. ഞങ്ങളതേപോലെ ഫോളോ അപ്പ് ചെയ്തു. ഞങ്ങൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു. ആക്ച്വലി ഞങ്ങളുടെ നാട് ട്രിവാൻഡ്രമാണ്. ഞങ്ങളിവിടെ കൊച്ചിയിൽ തന്നെ സ്റ്റേ ചെയ്തു. എല്ലാ ഡയറക്ഷൻസും ഞങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കുഞ്ഞ് സേവായി കിട്ടിയിട്ടുണ്ട്. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ഡോക്ടർ ബിജോയ് ആൻഡ് ടീം. അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ NICU കെയറും ബെസ്റ്റായിരുന്നു. അതിനും ഡോക്ടർ തോമസിനും NICU ടീമിനും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. സൈമറിലെ എല്ലാ സ്റ്റാഫും ബെസ്റ്റാണ്. എല്ലാവരുടെയും ഇടപെടലും എല്ലാം ബെസ്റ്റാണ്. എല്ലാ സ്റ്റാഫിനും ഞങ്ങളുടെ പേഴ്സണലി ഞങ്ങൾ താങ്ക്ഫുള്ളാണ്.